ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ വന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പട്ടത്തിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2-3 കമന്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അതായത് എങ്ങനെ നമുക്ക് പട്ടത്തിൽ നൂല് കയറ്റാം, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പട്ടം കീറാം, എങ്ങനെ പറത്താം. അപ്പോൾ അത് ഞാൻ 1-2 വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലർക്കും മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് 100% ആയിട്ട് കിടിലനായിട്ട് തന്നെ നിങ്ങൾക്ക് പട്ടം പറത്താൻ കഴിയുന്നതാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു വെറുതെ സമയം കളഞ്ഞില്ല. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറയുമ്പോൾ ഈർക്കിലാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പച്ച ഈർക്കിലാണ് 4 ഈർക്കിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കത്തിരി വേണം. അതുപോലെ തന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ട് നമുക്ക് സെലോ ടേപ്പും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചോറുണ്ടെങ്കിൽ നമുക്ക് സാധാ പേപ്പർ നമുക്ക് മുറിച്ചിട്ട് അത് ഒട്ടിക്കാവുന്നതാണ്. അതില്ലെങ്കിൽ നമുക്ക് ഈ സെലോ ടേപ്പ് യൂസ് ചെയ്യാം. സെലോ ടേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ആ ചോറും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് മെയിനായിട്ടുള്ള സാധനമാണ്, അതായത് നമ്മുടെ പത്രം. ഈ പത്രത്തിൻ്റെ നമുക്ക് ഒരു ഷീറ്റ് മതിയാകും. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ തുറക്കുമ്പോൾ 1, 2, അപ്പോൾ ഈ 2 ഷീറ്റ് മതിയാകും നമുക്ക്. ബാക്കിയുള്ളത് നമുക്ക് മാറ്റിയേക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു നൂല്. അപ്പോൾ ഇത്ര സാധനം മതി നമുക്ക് കിടിലനായിട്ട് പട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 2 പോർഷനിൽ നിന്ന് നടുക്കുന്ന നമുക്കിത് സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഭാഗം എടുക്കണം. എടുത്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ മടക്കണം. അതായത് ഈ എൻഡ് ഇവിടെ മുട്ടണം. അതുപോലെ തന്നെ അത് നല്ല ഷാർപ്പായിരിക്കണം. അപ്പോൾ അങ്ങനെ ആക്കണം. ഏകദേശം ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്ന സാധാ പേപ്പർ. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നല്ലതുപോലെ തന്നെ മൂർച്ച വരുത്തണം. അതായത് നല്ല എൻഡ് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോർഷൻ കിട്ടും. ഈ പോർഷൻ നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിറകിലോട്ട് മടക്കണം. ശ്രദ്ധിച്ച് കാണണേ, ഇങ്ങനെ വെച്ചിട്ട് മടക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് നമുക്കിത് മുറിക്കാനുള്ള ഭാഗം കിട്ടും. അതിനുശേഷം ഈ ഒരു പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ചോറെടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇത് ആവശ്യമുള്ളത്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ മെയിനായിട്ടുള്ള പോർഷൻ ഇതാണ്. അപ്പോൾ ഇതിൽ ഇനി അടുത്ത് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ, അതായത് നമ്മൾ ആദ്യം എടുത്തില്ലേ 4 ഈർക്കിൽ, ആ ഈർക്കിൽ എടുക്കുക. അപ്പോൾ ഈ ഈർക്കിലെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു കട്ടിയുള്ളതും അതുപോലെ തന്നെ ഒരു കട്ടി കുറഞ്ഞ ഈർക്കിൽ ഒരുമിക്ക് എടുക്കുക. രണ്ടും കട്ടിയുള്ളതായിട്ട് എടുക്കരുത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഈർക്കിലെടുക്കുക കയ്യിൽ. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഈ എൻഡില്ലേ, ഈ എൻഡിൻ്റെ പുറത്ത് പോകാൻ പാടില്ല. എൻഡിൻ്റെ തൊട്ടും തൊടാത്ത രീതിയിൽ വെച്ചതിന് ശേഷം അങ്ങ് അറ്റം വരെ പോവുക. എന്നിട്ട് ആ ഒരു പോർഷൻ നമ്മൾ ഒടിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. കറക്റ്റിന് തന്നെ ഓടിക്കണം, അല്ലെങ്കിൽ പണി കിട്ടുന്നതാണ്. കറക്റ്റിന് ഓടിച്ചിട്ട് അടുത്ത പീസ് എടുക്കണം, അടുത്ത 1ാമത്തെ പീസ്. അപ്പോൾ നമ്മളിപ്പോൾ 2 പീസ് ഒന്നുപോലെ ഓടിക്കാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ 2 പീസും നമ്മളിപ്പോൾ ഒന്നുപോലെയാണ് ഓടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 പീസും എടുത്തപ്പോൾ ഇവിടെയാണ് രണ്ടും കനത്ത ഭാഗം, അതായത് വണ്ണമുള്ള ഭാഗം ഇവിടെ രണ്ടുമാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു വയ്ക്കാം. അതായത് ഒരു വണ്ണമുള്ള പോർഷനും അതുപോലെ തന്നെ ഒരു വണ്ണം ഇല്ലാത്ത പോർഷൻ. അപ്പോൾ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്തില്ലേ നൂല്, ആ നൂല് ഇതിൽ ചുറ്റേണ്ടതായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നൂലെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നൂലെടുത്തിരിക്കുകയാണ്. ഇനി നൂല് എങ്ങനെയാണ് ചുറ്റേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്നതാ ഇതിൽ കാണുന്ന പോലെ 2-3 ചുറ്റ് ആദ്യം ചുറ്റണം. ചുറ്റിയതിന് ശേഷം ഈ 2 ഈർക്കിളിൻ്റെ ഇടയിൽ ഈ ഒരു നൂല് കയറ്റണം. ഇതിൽ കാണുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇടയിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കറക്കണം. അതായത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കണം. കറക്കും തോറും മുകളിലോട്ട് പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം ഈർക്കിളിനെ. അപ്പോൾ നമുക്കിതാ ഒരു നല്ലൊരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ ചെയ്യണം, ഈർക്കിൽ മൊത്തം നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ചെയ്യട്ടെ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ചെയ്ത് തീരാറായി. അങ്ങനെ നമ്മൾ ചെയ്ത് തീർന്നിരിക്കുന്നു. അപ്പോൾ ഈ അറ്റത്തെ ഭാഗം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം അറ്റത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ
നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് ആ ഈർക്കലിൻ്റെ ഇടയിൽ നമ്മുടെ നൂല് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കയറ്റിയിരിക്കുകയാണ്. ഇനി ഈ നൂല് പൊട്ടിച്ച് മാറ്റാം. അങ്ങനെ നമ്മളിപ്പോൾ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ നമ്മുടെ ഇപ്പോൾ വില്ലിൻ്റെ പരിപാടി കഴിഞ്ഞ്, ഇതിന് അമ്പും വില്ല് എന്നാണ് പറയുന്നത്. അപ്പോൾ വില്ലിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്തത് വില്ല്. ഇവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പട്ടം ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യില്ലേ, അത് നല്ലപോലെ കറങ്ങും, പട്ടം പറക്കൂല. അതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ വില്ലിൻ്റെ കറക്റ്റായിട്ട് ഉണ്ടാക്കത്തുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ജസ്റ്റ് ഒന്ന് അളവെടുക്കണം. നമ്മൾ ആദ്യം എടുത്തില്ല, അതുപോലെ തന്നെ ഇത് തുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇത് വളയ്ക്കണം. വളച്ച് ഇപ്പുറത്തെ തുമ്പിലെത്തിക്കണം. എന്നിട്ട് ഇത് ഒടിക്കണം ഈർക്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒടിക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്തില്ലേ, അതിൻ്റെ അളവിൽ തന്നെ അടുത്ത ഈർക്കിലെടുക്കണം. എന്നിട്ട് അതും ഇതേ സൈസിൽ തന്നെ മുറിച്ച് മാറ്റണം. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ വണ്ണമുള്ള ഭാഗം, അതായത് കനത്ത ഭാഗം മുകളിലും പോയി ചെറിയൊരു ഭാഗം രണ്ടായിട്ട് വരണം. അതായത് ഈക്വൽ ആയിരിക്കണം. കനവും ചെറുതുമായിട്ടുള്ള ഈർക്കിൽ രണ്ടും ഒരു ഭാഗത്ത് വരണം. അപ്പോൾ ഇതിങ്ങനെ വന്നതിന് ശേഷം അടുത്ത നമ്മുടെ നൂലെടുക്കണം. നൂലെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തില്ലേ അതുപോലെ ചെയ്യണം. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ലാസ്റ്റ് നമ്മൾ നൂല് പൊട്ടിച്ചില്ലേ, അവിടെ എത്തുമ്പോൾ നൂല് പൊട്ടിക്കരുത്. അത് നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ഇങ്ങനെ ചുറ്റിയിട്ട് ഈ ഈർക്കലിൻ്റെ ഇടയിൽ കയറ്റണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റി നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണ്, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തീരും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് തീരാറായി. ഇപ്പം തീരും. 5 4 3 2 1 അങ്ങനെ നമ്മൾ തീർന്നിരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ചുറ്റിയതിന് ശേഷം ഈ ഈർക്കലിൻ്റെ ഇടയിൽ നമ്മുടെ ഈ നൂല് കയറ്റണം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം അളവെടുത്ത ഈ പേപ്പറില്ലേ, ന്യൂസ് പേപ്പർ, അത് നേരെ വെക്കണം. നേരെ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വളച്ചിങ്ങനെ വെച്ചിട്ട് നമ്മൾ സൈസ് നോക്കണം. കറക്റ്റായിട്ടുള്ള നൂലെടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു മനസ്സിലൊരു ഊഹം കണ്ടുപിടിക്കണം. അതായത് ഒരു സൈസ് നൂല് എത്ര വളയ്ക്കണം എന്ന് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ നോക്കണം ആദ്യം ഇതിൽ കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് റിലീസ് ചെയ്ത് വിടണം. എന്നിട്ട് വീണ്ടും വെച്ച് നോക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഏതാണ് തോന്നുന്നത്. ഇതിപ്പോൾ എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി നമ്മുടെ ലോക്ക് ഇടാനാണ് പോകുന്നത്. അപ്പോൾ ലോക്ക് ഇടുമ്പോൾ നമ്മുടെ ഈ വില്ലിൻ്റെ പരിപാടിയും കഴിഞ്ഞ്. അപ്പോൾ ഇനി ഇതിൽ ഒരു ട്രിക്കും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പട്ടത്തിൻ്റെ ട്രിക്കും കൂടി പറയാമെന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളയ്ക്കണം. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ വില്ല് വളച്ചതിന് ശേഷം ഈ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മൾ ആദ്യം എടുത്ത നൂലില്ലേ, ആ നൂലാണ് കാണുന്നത്. അതെടുത്ത് ഇതിൽ ചുറ്റി വയ്ക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ വില്ല് സൂപ്പറായിട്ട് തന്നെ വളഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. നല്ല വളയ്ക്കല് ഒടിഞ്ഞു പോവും. ഇങ്ങനത്തെ ഒരു രീതിയിൽ വളച്ച് ഇത് മാറ്റണം. അപ്പോൾ നമ്മുടെ അമ്പും വില്ലിൻ്റെയും പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഒരു 5 or 10 സെക്കൻഡ് ഇങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ റെഡിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ അടുത്തെടുക്കാം. നമ്മുടെ ഇനിയിപ്പോൾ ഇത് രണ്ടും ഒട്ടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് സുഹൃത്തുക്കൾ ചോദിച്ചത് ഇതെങ്ങനെ കട്ട് ചെയ്യണം, നൂല് ഇടണം, അതുപോലെ തന്നെ എങ്ങനെ പുറത്തണമെന്നാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഞാൻ ഒട്ടിക്കട്ടെ. ഇതൊക്കെ ഒട്ടിക്കുന്ന രീതി എല്ലാവർക്കും അറിയാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഒട്ടിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ട്രിക്കിൻ്റെ ഉപകാരം എന്താണെന്ന്. ജസ്റ്റ് ഒന്ന് നൂല് റിലീസ് ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം വരുന്നത് എങ്ങനെ, ഇപ്പോൾ ഇരിക്കുന്നത് എങ്ങനെ. ഇതിപ്പോൾ കറക്റ്റിന് നമുക്കൊരു പ്രൊഫഷണൽ, അതായത് ഒരു പ്രോയാണ് ഉണ്ടാക്കിയെന്നാണ് ഇതിനൊരു അർത്ഥം പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിപ്പോൾ എന്തായാലും ഒട്ടിക്കട്ടെ. പക്ഷേ ഇത് വെക്കുന്നതിന് മുമ്പ് ഇതിപ്പോൾ നമ്മൾ ആദ്യം വെച്ചല്ലോ. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഈ സ്റ്റിക്ക് ഇതിൻ്റെ അടിയിലൂടെയാണ് പോകേണ്ടത്. നൂലിവിടെ ഉണ്ട്. നൂല് ഇതിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഈ ഈർക്കൽ ഇതിൻ്റെ മുകളിലും വരണം. ഈ കമ്പ് താഴെ പോകണം. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതെന്തായാലും ഞാനിപ്പോൾ ഇതെല്ലാം കൂടി ഒട്ടിക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളങ്ങനെ പട്ടം മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഒട്ടിച്ചെന്ന് പറയില്ല, ഇവിടെ മൊത്തമായിട്ട് ഒട്ടിച്ചില്ല. ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് നൂല് കൊരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് എങ്ങനെ നൂല് കൊരുക്കാമെന്ന് ഒരു വീഡിയോ ചെയ്യാമോ ബ്രോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി കാണിക്കുന്നത്. കാരണം ഇതും കൂടി
പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ട് അതിൻ്റെ പുറത്തൊരു കെട്ടും കൂടെ ഉണ്ട്. അതിലാണ് നമ്മുടെ പട്ടത്തിൻ്റെ മെയിനായിട്ടുള്ള കൺട്രോളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സൂപ്പറായിട്ട് തന്നെ പറത്താൻ കഴിയുന്നതാണ്. വാല് വെട്ടുന്ന കാര്യമൊന്നും പറയണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വെറുതെ സമയം കളയുന്നില്ല. ഞാൻ എന്തായാലും ആദ്യം തന്നെ നമ്മളിപ്പോൾ നൂലാണ് എടുക്കുന്നത്. നൂലെടുത്തതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈർക്കിൽ ഒടിച്ചൊടിച്ചിട്ടപ്പോൾ കുറച്ച് ബാക്കി കിടന്നില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയൊരു പോർഷൻ ഒടിച്ചെടുക്കണം. എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പോർഷനാണ് കിട്ടുന്നത്, കാരണം ചെറിയൊരു പീസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ നൂലിനെ എടുത്തിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഈർക്കലിൽ നല്ല രീതിയിൽ തന്നെ ചുറ്റണം. നല്ല ടൈറ്റായിട്ട് ചുറ്റണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോ ഇടും അല്ലെങ്കിൽ ഹോൾ ഇടുമ്പോൾ തന്നെ നമുക്ക് അതിലൂടെ കയറി വരാനായിട്ടാണ്. അപ്പോൾ എങ്ങനെ ഇടാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ മണ്ടേ കൂടെ കുത്തി കയറ്റല് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. ഇതിങ്ങനെ തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഇത് കണ്ടോ, ഇതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഹോളിട്ട് നമ്മുടെ നൂല് ആദ്യം എടുക്കണം. അപ്പോൾ ഹോളിട്ട് നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് മുകളിലല്ല എടുത്തത്, അപ്പോൾ ഇപ്പുറത്തല്ല വരേണ്ടത്, ഇവിടെയാണ് താഴെയായിട്ട് ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് എടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ മുകളിലെ പണി കഴിഞ്ഞ് ഇനി അടുത്തത് താഴെയാണ്. അപ്പോൾ താഴെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ താഴ്ഭാഗത്തുനിന്ന് ഈ വാലിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരണം. അപ്പോൾ ഈ ഒരു പോർഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ കൊണ്ടുവരേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അത് കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങളുടേതായ ഐഡിയയിൽ വെച്ചിട്ട് ഹോളിട്ട് എടുത്തിട്ട് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് ഈ സൈഡ് തന്നെ അവിടെ ഹോളിട്ട് ഇപ്പുറത്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് ഈർക്കിൽ മാറ്റണം. എന്നിട്ട് നമ്മുടെ ഈ ബാക്കി നൂല് ഇവിടെ നിന്ന് പൊട്ടിക്കണം. അപ്പോൾ നമ്മളങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് നൂലും കൂടി നമുക്ക് ഒത്തിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒത്തിച്ച് കെട്ടുകയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി നമ്മളിപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും വാലൊക്കെ കെട്ടിയിട്ട് നമുക്കൊരു പൊസിഷൻ എടുക്കണം. അതായത് പട്ടം ഏത് ഭാഗത്ത് കെട്ടിയാലാണ് കറക്റ്റിന് പറക്കുന്നത് എന്ന് നമുക്കറിയാനായിട്ട് ഒരു പൊസിഷൻ എടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വാലും കാര്യങ്ങളൊക്കെ വെട്ടി പെട്ടെന്ന് ഒട്ടിക്കട്ടെ. അപ്പോൾ എന്തായാലും വാലൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ നൂലെടുത്തപ്പോൾ ഇവിടെ 2 ഹോള് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ 2 ഹോള്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എന്തായാലും സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിക്കാനാണ് പോകുന്നത്, കാരണം അത് കീറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചോറ് വെച്ചാണ് ഒട്ടിക്കുന്നതെങ്കിൽ അത് അതിൻ്റെതായ കട്ടിയിലിരിക്കും. അപ്പോൾ ഇതും എല്ലാ സൈഡും ഇങ്ങനെ ഒട്ടിക്കേണ്ടതാണ്. അതായത് ഈ ഹോള് വീഴുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഒട്ടിക്കണം. അതുപോലെ തന്നെ എല്ലാ എൻഡിലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കരുത്, ഇവിടെ നമ്മൾ ഹോളിട്ടടുത്ത് നമ്മൾ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ വാലും കാര്യങ്ങളൊക്കെ പട്ടത്തിന് വെച്ച് കഴിഞ്ഞ് ഇനി അടുത്ത പണി ഇതിന് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് നൂല് കെട്ടണം എന്നുള്ള ഒരു ഇതാണ്. നൂല് കെട്ട് ചടങ്ങല്ല കേട്ടോ. ഇതാ നമ്മൾ ആദ്യം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊക്കി നോക്കണം. അപ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അതായത് നല്ല മുകളിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ പട്ടം പറക്കൂല, അത് ഉറപ്പാണ്. പട്ടം ഇങ്ങനെ താന്ന് വീഴും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നടുക്കത്തെ ഒരു ഭാഗം കണ്ട, ഈ നടുക്കയും ഇടരുത്, അതുപോലെ തന്നെ അതിൻ്റെ താഴെയും പോകരുത്. അതിൻ്റെതായ മുകളിലായിട്ട് ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ഈ ഭാഗത്തും നല്ല കയറ്റി ഇട്ടാൽ പറക്കൂല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറത്തി നോക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും, കാറ്റ് പട്ടത്തിനെ ബാക്കിലോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ്. അപ്പോൾ ഇതാണിപ്പോൾ ഈ പട്ടത്തിൻ്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. കണ്ട, അപ്പോൾ ഇതാണ് ഈ പട്ടത്തിൻ്റെ കറക്റ്റ് പൊസിഷൻ. അപ്പോൾ ഞാൻ ഇവിടെ ഈ നൂല് കെട്ടിയതിന് ശേഷം നല്ല പുറത്ത് തന്നെയാണെങ്കിൽ ഞാൻ സൂപ്പറായിട്ട് കാണിച്ചെന്നെങ്കിൽ, പക്ഷേ ഇത് വീടിനുള്ളിലായതുകൊണ്ടാണ് ഒന്നും കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഞാൻ കെട്ടുന്നത്. നിങ്ങളും അതുപോലെ തന്നെ കെട്ടാനായിട്ട് ശ്രമിക്കണം. നടുക്കാവരുത്, താഴെ ആവരുത്. ഇത് ഈ ഒരു പോർഷനിലാകുമ്പോൾ നമുക്ക് സൂപ്പറായിട്ട് പട്ടത്തെ പറത്താൻ കഴിയും. അപ്പോൾ ഇവിടെ തന്നെ നൂല് കെട്ടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ നൂലും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞ് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ പറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പട്ടം ക്രിയേറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ട്രിക്കിനി പറയുകയാണെങ്കിൽ എങ്ങനെ പെട്ടെന്ന് പറത്താം. നമ്മുടെ ചിലവരുടെ റൂഫ് ഇതുപോലെ തെങ്ങും കാര്യങ്ങളൊക്കെ കാണാം അവരുടെ വീട്ടിൻ്റെ അടുത്ത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് സൂപ്പറായിട്ട് പറത്താമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് ആദ്യം ഓടിച്ച് പറക്കാം. അപ്പോൾ എടുത്ത് ചാടരുത്, വക്കിലൊന്നും പോയിട്ട് ഓടല്ലേ, പണി കിട്ടും. അപ്പോൾ ആദ്യം ചെറിയ രീതിയിലൊക്കെ ഓടിയിട്ട് കാറ്റ് വരുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിക്കണം. അപ്പോൾ പട്ടം പൊങ്ങും. അപ്പോൾ നൂല് പതുക്കെ വിടണം. വീണ്ടും അങ്ങനെ വലിച്ച് വിട്ട് നമുക്കങ്ങനെ പട്ടത്തിനെ അങ്ങ് ടോപ്പിലെത്തിക്കാൻ കഴിയും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള ട്രിക്കെന്ന് പറയാനുള്ളത്. വേറെ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, ഞാൻ എങ്ങനെയാണ് പട്ടം പറത്തുന്നതെന്ന്. ഇപ്പോൾ കാറ്റില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഗൈസ്, നിർഭാഗ്യം വെച്ചാൽ ഇവിടെ നമുക്ക് കാറ്റില്ല. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ടൈം എന്തായാലും ഒരു 12 മണിയാവുന്നേ ഉള്ളൂ. നല്ല ഇങ്ങനെ നിൽക്കുന്നു സൂര്യൻ ഒറ്റയ്ക്ക്. അപ്പോൾ എന്തായാലും ഞാൻ വൈകിട്ട് വന്ന് പറത്താം. അപ്പോൾ ഒരു 3:30 ആകുമ്പോൾ എന്തായാലും വന്ന് സൂപ്പറായിട്ട് പറത്താൻ കഴിയും. നല്ല കാറ്റും ഉണ്ടാവും. പണിപ്പാളി മഴ പെയ്യുന്നു. പെട്ടെന്ന് പട്ടം എടുക്കട്ടെ. പട്ടം എടുത്ത് വീട്ടിൻ്റെ അകത്ത് വയ്ക്കട്ടെ. ഗൈസ്, അപ്പോൾ പട്ടം സൂപ്പറായിട്ട് തന്നെ നമുക്ക് പറത്താൻ കഴിയും. പക്ഷേ ഇപ്പം മഴ പെയ്യുന്നു, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ വൈകിട്ട് മൊത്തം മഴ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എങ്ങനെ പട്ടം ഉണ്ടാക്കാം. അതുപോലെ തന്നെ പറത്തുന്ന രീതി ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാറ്റ് വരുന്ന ടൈം ജസ്റ്റ് ഒന്ന് പൊക്കി വിട്ടാൽ മതി, അത് പറക്കും. എന്നിട്ട് കാറ്റ് വരുമ്പോൾ ഇങ്ങനെ വലിച്ചാൽ മതി, എല്ലാം ശരിയാവും. ഓക്കെ, അതാ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നല്ല കിതയ്ക്കുന്നു, 3 നില കയറി വന്നപ്പോൾ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ ചിലർ വിചാരിക്കാം ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന്. അപ്പോൾ കാണാൻ കഴിയും മഴ പെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൊത്തം ഉണ്ട്, മഴ പെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്, അതായത് പട്ടം പറത്തിന് വീഡിയോ ഇടാത്തത്.